ബോനി അനലിറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്യാനിൻ്റെ ഇൻഡ്യൂഷൻ തിയററ്റിക്കൽ ഇൻഡ്യൂഷൻ എന്താണെന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ അതിനെ സ്ക്രാച്ചിൽ നിന്ന് ക്യാനിന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൊളാബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇതൊക്കെ ഈ സംഭവങ്ങൾ ഡാറ്റ ഇമ്പോർട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം എന്തുണ്ട്, മുന്നത്തെ വീഡിയോ നിങ്ങൾ നോക്കിയാൽ അതിൽ ഓരോന്നും അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര വരെയാണ് നമ്മൾ അപ്പോൾ ക്യാനിനെ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഡാറ്റയിൽ നിന്ന് നമ്മൾ ഇതിനെ ട്രെയിനും ടെസ്റ്റും ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ആ സംഭവമാണ് ഇത് വെച്ച് ചെയ്തത് കേട്ടോ. ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ആക്കി. ഓക്കെ, ഈ കോഡ് വെച്ചിട്ട് അതാണ് ചെയ്തത്. ഇത് നിങ്ങൾ ഓരോന്നും ഇൻഡിവിജ്വൽ ഫസ്റ്റ് നമ്മൾ ഈ ലൈബ്രറിയിൽ നിന്ന് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ഇമ്പോർട്ട് ചെയ്ത് ദെൻ ഇത് നമ്മൾ ഇമ്പോർട്ട് മാറ്റി പൈപ്ലോട്ട് എന്നുള്ളതിനെ ആ ഒരു ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലൈബ്രറി കൂടി ഇമ്പോർട്ട് ചെയ്ത് പിന്നെ നമുക്കറിയുന്ന പോലെ എക്സ് ട്രെയിൻ വാലിഡേഷൻ എക്സ് ടെസ്റ്റും വൈ ട്രെയിൻ വാലിഡേഷൻ വൈ ടെസ്റ്റും ആയിട്ട് നമ്മൾ എന്താക്കി ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് ഈക്വലായിട്ട് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എസ് വൈ ട്രെയിൻ സൈസ് 0.25 അഥവാ 0.25 പറഞ്ഞാൽ 70% ട്രെയിനും 0.25 അല്ല കൊടുത്തത്. റാൻഡം സൈസ് 42 ആയിട്ട് എടുത്തു. ഓക്കെ, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് നമ്മൾ ചെയ്തു. ഇതിൽ നമ്മൾ ട്രെയിൻ ഇവിടെ ടെസ്റ്റ് സൈസ് ആണ് 25. അപ്പോൾ ടെസ്റ്റ് സൈസ് 25 മീൻസ് ടെസ്റ്റിങ്ങിന് നമ്മൾ 25% അഥവാ 25% ഡാറ്റ ടെസ്റ്റിങ്ങിന് കൊടുക്കുന്നു. ബാക്കിയുള്ളത് നമ്മൾ എന്തിനു യൂസ് ചെയ്യും, ട്രെയിനും വാലിഡേഷനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഡാറ്റയിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഷേപ്പ് അറിയാം. ഇത് യൂസ് ചെയ്ത് അതിൻ്റെ ഷേപ്പ് നോക്കി അതിന് ശേഷം നമ്മൾ 70% നമ്മൾ ട്രെയിനും വാലിഡേഷൻ യൂസ് ചെയ്തില്ല, അത് വെച്ചിട്ട് നമ്മൾ ട്രെയിനും വാലിഡേഷനും നമ്മൾ വീണ്ടും ഇതിനെ 25 വെച്ചിട്ട് 4 ടെസ്റ്റ് സൈസ് നമുക്ക് എത്ര ആയിട്ട് എടുക്കും, 0.25 ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പം 25% ടോട്ടൽ 4 കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ അത് റൺ ചെയ്തു. പിന്നെ അതിൻ്റെ ഷേപ്പ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതും കൂടി റണ്ണാക്കി കൊടുക്കും. ഡാറ്റ ഇംബാലൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വൈ ട്രെയിൻ ഡോട്ട് വാല്യൂ കൗണ്ട്സ് ഡോട്ട് സോർട്ട് വാല്യൂ ഇത് അസെൻഡിങ് ഓർഡറിൽ നമ്മൾ ഈ ഡാറ്റ ക്രമീകരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ക്ലാസ് 1 53, 2 ഉള്ളത് 95, 3 ഉള്ളത് 99. അപ്പോൾ നമ്മൾ എന്താക്കണം, ഈ ഇൻബാലൻസ് ഡാറ്റ അപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്മൂത്ത് ടെക്നിക്ക് ഇതിൻ്റെ ജസ്റ്റ് മുന്നത്തെ വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം. ആ സംഭവം അവർ സാമ്പിളിങ് വെച്ചിട്ട് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് വാല്യൂവിനെ എന്താക്കാം, ഈക്വലൈസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഈ കോഡ് യൂസ് ചെയ്തു. ഓക്കെ, അത് കോഡ് റൺ ചെയ്തിട്ട് അതിൻ്റെ SM എന്താ S_SM ഡാറ്റ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് SMT നോക്കിയാൽ ഓക്കെ ഇതും കിട്ടും. എന്നിട്ട് ഈ YSM കൗണ്ട് സോർട്ട് വാല്യൂ SMT സ്മൂത്ത് ചെയ്തതിന് ശേഷം ഞാൻ എന്താക്കി വാല്യൂ നോക്കുമ്പോൾ സെയിം ഈക്വലായിട്ട് ക്ലാസ് ഓരോന്നും 99ലേക്ക് എന്തായി സാമ്പിൾ ചെയ്തു. ഇവിടെ ഈ ഇൻബാലൻസ് ആയിരുന്നു. ശേഷം ഞാൻ എന്താ ചെയ്യുന്നത്, സ്റ്റാൻഡർഡൈസേഷൻ ഈ വാല്യൂവിനെ എല്ലാത്തിനും സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെയിറ്റിനെ സെയിം ആക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡർഡൈസേഷൻ കോഡ് നമ്മളിവിടെ യൂസ് ചെയ്തു. ഇതാണ് ഈ കോഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഇത് സ്റ്റാൻഡേർഡ് സ്കെയിലറൊക്കെ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ ലീനിയർ റിഗ്രഷനിൽ സ്റ്റാൻഡേർഡൈസേഷൻ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് ഇപ്പം ഇത്ര കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് ഡാറ്റ നമുക്ക് കിട്ടി. ഓക്കെ, ഒന്നുകൂടി കണ്ടിന്യൂസ് ആയിട്ട് ഫുള്ളൊന്നും ഇതിൻ്റെ ഇടയിൽ കറണ്ട് പോയിരുന്നു, അതുകൊണ്ടാണ് പ്രശ്നം. ഒന്നുകൂടി റൺ ചെയ്താണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഫ്രം ഇംപ്ലിമെൻ്റ് അപ്പോൾ കെ സീക്രട്ട് 5 5 നെയ്ബറിനെ നമ്മൾ ഇപ്പോൾ ഡാറ്റ ആയിട്ട് എടുക്കുന്നത്. നമ്മൾ എസ് ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ടേക്കിംഗ് 15th വാല്യൂ ഡാറ്റ എസ് ക്യൂ. ഓക്കെ, അപ്പോൾ എക്സ് വാല്യൂ സ്കെയിൽഡ് 15 ഇസ് ഈക്വൽ ടു ഇത്. അതിൻ്റെ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് എൻ പി സ്ക്വയർ റൂട്ട് എൻ പി ഇത് കൊടുത്തു. ഡിസ്റ്റൻസ് കാണാൻ ഇക്വേഷൻ റൺ ചെയ്തു. പ്രിന്റ് ഡിസ്റ്റൻസ് ഷേപ്പ് 297 ഉണ്ട്. സോർട്ടിംഗ് ഡിസ്റ്റൻസ് ആൻഡ് ക്ലാസ് ലെവൽ ടുഗദർ. അതിന് വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഐ വൈ ഒരു ഫോർ ലൂപ്പിലിട്ട് റൺ ചെയ്ത്. ഓക്കെ, അതാണ് ഈ കോഡ് ചെയ്ത്. നെക്സ്റ്റ് സോർട്ട് ദ ഡിസ്റ്റൻസ് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് ഈക്വൽ ടു സോർട്ടഡ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഡിസ്റ്റൻസ് കൊടുക്കും. എന്നിട്ട് ഇത് റൺ ചെയ്യാം. പെർസെൻറ്റേജ് കൗണ്ടറിൽ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ഇതാക്കാം. പിന്നെ നിയറസ്റ്റ് ഫസ്റ്റ് കെ പോയിന്റ്, അപ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് 0.5 അഥവാ അപ് ടു 5 വരെയുള്ള നിയറസ്റ്റ് എണ്ണത്തിന് നമ്മൾ എടുത്തു കെ 5. ശേഷം ഡിസ്റ്റൻസ് എൻ പി ഡോട്ടിൽ ഒരു അറയിലിട്ട് അതിൻ്റെ യൂണീക്ക് വാല്യൂ കണ്ടുപിടിച്ചു. എന്നിട്ട് അതിൻ്റെ ഇൻഡെക്സും പ്രൊഡിക്റ്റ് ആയിട്ട് ഈ ഡാറ്റകൾ എടുത്തു. അതാണ് ഈ കോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഹയർ കൗണ്ട് വന്നത് 3 ആണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, പ്രിന്റ് നെയ്ബർഹുഡ് ഡിസ്റ്റൻസ് ലേബൽ അതറിയാൻ വേണ്ടിയിട്ട് ഈ കോഡ് റൺ ചെയ്തു. ഓക്കെ, അപ്പോൾ 3 ഏറ്റവും കൂടുതൽ വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയാണ് KNN ക്രിയേറ്റ് ചെയ്യാനുള്ളത്. പക്ഷേ ഈ സെയിം ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തതെല്ലാം നമ്മളൊരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, മുകളിൽ എല്ലാ കോഡ് പാടും ഒറ്റ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡെഫ് KNN എക്സ് വൈ ക്വറി പോയിന്റ് കെ. എന്നിട്ട് ഈ സംഭവങ്ങളെല്ലാം എങ്ങനെ ഇതിലേക്ക് പാരാമീറ്റർ പാസ് ചെയ്യണം ഇവിടെ എഴുതി എന്നിട്ട് റൺ ചെയ്യാം. ഇനി ഇതിലേക്ക് വാല്യൂ പാസ് ചെയ്താൽ മാത്രം മതി. അതാണ് നമ്മൾ പ്രൊഡിക്റ്റ് ക്ലാസ് ലേബൽ എക്സിക്യൂട്ട്. ഈ പ്രൊഡിക്റ്റ് നെയ്ബർ ഇതിലേക്ക് വാല്യൂ പാസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂനെ പ്രിന്റ് ചെയ്തു. അപ്പോൾ നമുക്ക് സെയിം നേരത്തെ കിട്ടിയ പോലെ തന്നെ പ്രൊഡിക്റ്റ് ക്ലാസ് ലേബൽ 3 ആയിട്ട് ഇവിടെ കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് അത് തന്നെ കിട്ടിയത് കണ്ടോ. എത്ര രീതിയിൽ നമുക്ക് പറയാനുള്ളത്. എത്ര ആയി കഴിഞ്ഞാൽ KNN നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ all the 5 data which are closer to HQ have same class level 3 answer due to majority vote. class 3 ആണ്. ഓക്കെ, ആക്ച്വൽ ലേബൽ എന്തായിരുന്നു? വാലിഡേഷൻ 15 അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കൊടുത്തു. അപ്പോൾ 3 കിട്ടി. ദിസ് മീൻസ് ദാറ്റ് KNN correctly predicted. ഓക്കെ, ഫ്രം ദ SQL ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ മാട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൺഫ്യൂഷൻ മാട്രിക്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ. ആ കോഡ് തന്നെയാണ് ഇവിടെ എഴുതുന്നത്. SQL ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ മാട്രിക്സ് ഡിസ്പ്ലേ ഇതിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോഡ് കൊടുത്തു. അപ്പോൾ ഇതേപോലെ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ട് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കോഡ് കൊടുത്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒബ്സർവേഷൻ ക്ലിയർലി KNN മോഡൽ പെർഫോം ക്വയറ്റ് വെൽ ആൻഡ് ഓൺ ദ ഡാറ്റ ഷോയിങ്. ഈ ഡാറ്റ KNN നല്ല കറക്റ്റായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ക്യാൻ ഹാൻഡിൽ മൾട്ടി ക്ലാസ് പ്രോബ്ലം, ക്യാൻ ഹാൻഡിൽ നോൺ ലീനിയാരിറ്റി ഡാറ്റ. ഇത് ക്യാനിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. എന്നാൽ ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. അതെന്താ നമുക്ക് നോക്കാം. ഇപ്പോൾ KNN ഇതിപ്പോൾ ഒരുപാട് വ്യത്യസ്തമായ ഫീച്ചേഴ്സ് ഉള്ള ഡാറ്റയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ KNN വർക്ക് ആവുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ KNN
വർക്കാവില്ല. ഓക്കെ. അപ്പോൾ ഹെട്രോജീനിയസ് ഡാറ്റ വ്യത്യസ്തമായ നെയ്ബർഹുഡിൽ കൂടുതൽ ഹെട്രോജീനിയസ് ഡാറ്റകളാണെങ്കിൽ ക്യാനന് വർക്കാവില്ല. പിന്നെയാണ് ഹോമോജീനിയസ് ഡാറ്റ ആയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ക്യാനിന് ഒരു നെയ്ബർ 2Dയിലും ഒരു നെയ്ബർ 3D ഇങ്ങനെ വ്യത്യസ്തമായ ഡയമെൻഷനിലാണെങ്കിൽ ക്യാനന് വർക്കാവില്ല കേട്ടോ. അതാണ് ക്യാനന് മെയിൻ ഉണ്ട്. ക്യാനൻ അസ്യൂം നെയ്ബർഹുഡ് can assume the neighborhood for data must be homogeneous in nature, having same property ആയിരിക്കണം. Therefore, if lot of noise അഥവാ ഔട്ട്ലിയർ വ്യത്യസ്തമായ കുറേ ഔട്ട്ലിയർ ഒക്കെ ഉണ്ടെങ്കിൽ ക്യാനന് എന്താവില്ല മോഡൽ 5 ഫൈൽ ആവും. ഓക്കെ. ഇത് രണ്ടാണ് ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഇത്രയാണ് ക്യാനനെ കുറിച്ച് പറയാനുള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ. ലിങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ. ഇതിലെ നമ്പറിൽ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ നിങ്ങളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.